സംസ്ഥാന വ്യാപകമായി ഈ ഇന്നലെ രാത്രി പെയ്ത മഴയിൽ വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. പയ്യാനിത്തോട്ടത്താണ് ഉരുൾപൊട്ടലുണ്ടായത്. കനത്ത മഴയിൽ പത്തനംതിട്ടയിൽ റാന്നി ടൗൺ പൂർണ്ണമായി മുങ്ങിയിട്ടുണ്ട്. നമ്മൾ അതിന്റെ ആകാശ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് എത്രത്തോളം റാന്നി ടൗൺ വെള്ളത്തിനടിയിലാണ് എന്നുള്ളത്. ഒരു വശത്ത് നമുക്ക് പുഴ കാണാൻ കഴിയും. സമാനമായ സാഹചര്യം തന്നെയാണ് എല്ലായിടത്തും. വെള്ളം കയറിയിരിക്കുകയാണ് പൂർണ്ണമായും. താഴെയുള്ള നിലകളെല്ലാം തന്നെ വെള്ളത്തിനടിയിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. താഴ്ന്ന പ്രദേശങ്ങൾ ഒറ്റപ്പെട്ട നിലയിലുമാണ്. റാന്നി പത്തനംതിട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഈ ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് എത്രത്തോളം പ്രളയജലം റാന്നിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ ഇന്നിപ്പോൾ രാവിലെ കോഴിക്കോട് നിന്ന് ആളുകളൊക്കെ പറഞ്ഞതുപോലെ 2018 ശേഷം ഇങ്ങനെ ഒരു കാഴ്ച നമ്മൾ കാണുന്നത് ഇത്രയും കാലത്തിന് ശേഷം ആദ്യമാണ് എന്ന് പറയേണ്ടി വരും. ഡിങ്കി ബോട്ടുകളിൽ അവിടെ നിന്ന് ആളുകളെ രക്ഷിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. റാന്നി ടൗൺ ഏറെക്കുറെ പൂർണ്ണമായും വെള്ളത്തിനടിയിൽ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ചെറുതും വലുതുമായ തോതിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇടുക്കിയിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. റാന്നി ടൗൺ പൂർണ്ണമായും മുങ്ങിയിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും വെള്ളത്തിനടിയിലാണ്. 10 അടിയോളമാണ് പലയിടത്തും വെള്ളം ഉയർന്നത് എന്നതുകൂടിയുണ്ട്. അതായത് ഒരാൾ പൊക്കത്തിന് മുകളിലേക്കും വെള്ളം ഉയർന്നിട്ടുണ്ട്. ഇരുനില വീടുകളുടെ മുകളിൽ കുടുങ്ങിയവരെ ഡിങ്കി ബോട്ടുകൾ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് 2018 സമാനമായ സാഹചര്യങ്ങളും കാഴ്ചകളും നമുക്ക് ഈ പുലർച്ചെ റാന്നിയിൽ നിന്നും പത്തനംതിട്ടയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാണേണ്ടി വരുന്നു എന്നുള്ളതാണ്. മലയോര മേഖലയിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട്. തണ്ണിത്തോട്, തേക്കുതോട്, തൂമ്പാക്കുളത്തും വയ്യാറ്റുപുഴ കളങ്കരവാലിയിലും ഉരുൾപൊട്ടിയിട്ടുണ്ട്. മണിയാർ ഡാമിന് സമീപം ഒരു വീട് പൂർണ്ണമായും തകർന്നു എന്ന വാർത്തകൾ കൂടി വരികയാണ്. നീന്തി അവിടെ നിന്ന് വരുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വാലുപറമ്പിൽ മറ്റൊരു വീടും ഭാഗികമായി തകർത്തിട്ടുണ്ട്. തേക്കുതോട് റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. മാമുക്ക് ചെറിയ പാലത്തിന് സമീപവും വെള്ളം എത്തിയിട്ടുണ്ട്. പമ്പ, കക്കാട്, കല്ലാർ നദികളിൽ ജലനിരപ്പ് ഉയരുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. പ്രവീൺ, ഈ റാന്നി ടൗൺ പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് പോകുന്ന സാഹചര്യമാണ്. ജലനിരപ്പ് പലയിടങ്ങളിലും 10 അടിക്ക് മുകളിൽ ഉയർന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം 2018 പ്രളയത്തിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായ ഇടങ്ങളാണ്. പലരും ടെറസിന് മുകളിലേക്കൊക്കെ കയറി നിൽക്കുന്ന കാഴ്ച, മതിലിന് മുകളിലേക്ക് കയറി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എത്രത്തോളം നന്നായി പോകുന്നുണ്ട് രക്ഷാപ്രവർത്തനം? സഹായം ആവശ്യപ്പെടുന്ന ആളുകളിലേക്കൊക്കെ എത്താൻ കഴിയുന്നുണ്ടോ? മാധു, ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായി കൂടുതൽ ഡിങ്കികൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് ഡിങ്കികൾ എത്തിച്ചിട്ടുള്ളത്. നേരത്തെ ഫയർഫോഴ്സിന്റെ ഒരു ഡിങ്കി മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ പരമാവധി ഇടങ്ങളിലേക്ക് എത്തി ഈ വീടുകളുടെ മുകൾ നിലയിൽ കുടുങ്ങിക്കിടക്കുന്നവരെയും വ്യാപാര സ്ഥാപനങ്ങളുടെ മുകളിലൊക്കെ ഉള്ളവരെയും ഒക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ ഡിങ്കികൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ രക്ഷാപ്രവർത്തകരും എത്തിച്ചിട്ടുണ്ട്. അതുകൂടാതെ കുട്ടവഞ്ചിയും എത്തിച്ചിട്ടുണ്ട്. കാരണം ഈ റാന്നിയിലെ വെള്ളം കയറിയ ഭാഗങ്ങൾ, അവിടേക്ക് വീടുകളിലേക്ക് ഈ ഡിങ്കികളിൽ എത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചെറിയ ചെറിയ തോടുകളുണ്ട്. ഒപ്പം തന്നെ വെള്ളം കയറിയ ഇടങ്ങളിൽ കൂടി മരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഇടമാണ്. അതിനിടയിൽ കൂടിയൊക്കെ വീടുകളിലേക്ക് എത്തുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. അതുകൊണ്ട് കുട്ടവഞ്ചി കൂടി ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് റാന്നി MLA പഴകുളം മധു ഇവിടേക്ക് എത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആശങ്ക ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല. ഇനിയും ഒരു പക്ഷേ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. മഴ മണിക്കൂറുകളോളം മാറി നിന്നെങ്കിൽ മാത്രമേ അല്പം ആശങ്ക ഒഴിയുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴും വ്യാപാര സ്ഥാപനങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന അവസ്ഥ തന്നെയാണ്. വീടുകളിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇപ്പോൾ രക്ഷാപ്രവർത്തകരോട് അല്പസമയം മുമ്പ് നാം സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് 250-ലധികം ആളുകൾ ഇപ്പോഴും പലയിടങ്ങളിലായി, റാന്നിയുടെ വിവിധ ഇടങ്ങളിലായി വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ജലനിരപ്പ് ഉയരുന്നില്ല എന്നുള്ളത് അല്പം ആശ്വാസകരമാണ്. അതായത് രാവിലെ ഏത് രീതിയിലായിരുന്നു ജലനിരപ്പ് ഉണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെ ജലനിരപ്പ് നിൽക്കുന്നു. ഇനിയും മഴയുടെ ശക്തി കൂടുകയാണെങ്കിൽ പമ്പാ നദിയിൽ ഇനിയും ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം മലയോര മേഖലയിൽ, ശബരിമല വനമേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ പമ്പാ നദിയിൽ ഇനിയും ജലനിരപ്പ് ഉയരും. അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ ആശങ്ക ഉളവാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഏതായാലും ഇപ്പോൾ റാന്നിയിൽ കൂടുതൽ ഡിങ്കി ബോട്ടുകൾ എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ എത്തിച്ചിട്ടുണ്ട്. NDRFന്റെ ടീം രാവിലെ മുതൽ തന്നെ ഇവിടെയുണ്ട്. പത്തനംതിട്ട ജില്ലാ കളക്ടറും രാവിലെ ഇവിടേക്ക് എത്തിയിരുന്നു. വ്യാപാര സ്ഥാപനങ്ങളിൽ കൂടുതൽ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പുകൾ തന്നെയല്ലേ നിലവിലുള്ളതും? പ്രവീൺ, പമ്പാ നദിയിൽ ജലനിരപ്പ് ഇപ്പോൾ ഉയർന്നു തന്നെ നിൽക്കുകയാണ്. മലയോര മേഖലയിൽ, അത് ശബരിമല വനമേഖലയിൽ ഇനിയും ശക്തമായിട്ടുള്ള മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ട്. അതായത് പമ്പ, ത്രിവേണി ഭാഗത്തു നിന്നുമൊക്കെ ആ ഭാഗത്ത് ശക്തമായിട്ടുള്ള മഴ പെയ്യുകയാണെങ്കിൽ 4-5 മണിക്കൂറുകൾ കൊണ്ട് റാന്നി മേഖലയിലേക്ക് പമ്പാ നദിയിൽ കൂടി ജലം ഒഴുകിയെത്തും. പിന്നീട് 1 മണിക്കൂറിന് ശേഷം അത് ഇടക്കുളം ഭാഗത്തു കൂടി ആറന്മുളയിലേക്ക് എത്തും. പിന്നീടാണ് ചെങ്ങന്നൂർ വഴി അപ്പർ കുട്ടനാട് മേഖലയിലേക്ക് ഈ ജലം ഒഴുകിയെത്തുക. അതായത് ഇന്നലെ രാത്രിയിൽ പെയ്ത മഴ, അതിൻ്റെ ശക്തി നമുക്കറിയാം വളരെ
പുലർച്ചെ വരെ വളരെ ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് പെയ്തത്. ആ വെള്ളം മുഴുവൻ ഇപ്പോഴാണ് റാന്നി മേഖലയിലേക്ക് ഒഴുകിയെത്തുന്നത്. അതുകൊണ്ടാണ് ഇനിയും ഒരു പക്ഷേ ജലനിരപ്പ് ഉയർന്നേക്കാം എന്ന ഒരു ആശങ്ക ആളുകൾക്കുള്ളത്. ഇപ്പോൾ വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം വെള്ളം കയറി. റാന്നി, മാമൂക്ക്, ചെത്തോങ്കര, പുല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത മുഴുവൻ വെള്ളത്തിലായി. ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ആ ഡിങ്കി പോകുന്നത് പുല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കൂടിയാണ് എന്ന് ഓർക്കണം. അതായത് റോഡ് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഇരുവശമുള്ള വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം വെള്ളം കയറിയിരിക്കുന്നു. നൂറുകണക്കിന് വീടുകളാണ് പമ്പാ നദിയുടെ ഇരു കരകളിലുമായുള്ളത്. റാന്നി ടൗണിൻ്റെ ആ ഭാഗത്തും എത്രയോ വീടുകളുണ്ട്. ആ വീടുകളിലെല്ലാം അപ്രതീക്ഷിതമായിട്ട് വെള്ളം കയറി. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമാണ് മഴ ശക്തി പ്രാപിച്ചത്. പക്ഷേ ആളുകൾക്ക് അങ്ങനെ ഒരു ആശങ്കയില്ലായിരുന്നു. കാരണം അടുത്ത സമയങ്ങളിലൊന്നും അങ്ങനെ ശക്തമായിട്ടുള്ള മഴ പെയ്തിരുന്നില്ല. അത് മാത്രമല്ല, വലിയ മുന്നറിയിപ്പൊന്നും ഉണ്ടായിരുന്നുമില്ല. ഇന്നലെ 12 മണിക്ക് മുന്നൊന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലയിൽ അവധി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയിരുന്നില്ല. ഇന്ന് രാവിലെ കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി പെയ്ത മഴയിൽ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് ശരിയാണ്. ഉരുൾപൊട്ടൽ അടക്കമുള്ളവ ഇടുക്കി ജില്ലയിലും ഒക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. എങ്കിലും വെള്ളക്കെട്ടിനെ തുടർന്ന്, വെള്ളം കയറിയതിനെ തുടർന്ന് ഏറ്റവും അധികം നാശനഷ്ടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നത് റാന്നിയിൽ തന്നെയാണ്. പമ്പാ നദിയിൽ ജലനിരപ്പ് ഇപ്പോഴും തുടരുകയാണ്. അരയാഞ്ഞിലുമണ്ണ് കോസ്വേ ഏതാണ്ട് മുങ്ങിയ അവസ്ഥയിലാണ്. വളരെ പെട്ടെന്നാണ് അവിടേക്ക് വെള്ളം എത്തുന്നത് എന്നുള്ളതാണ്. ഇന്നും ഈ മലയോര മേഖലകളിലടക്കം മഴ കൂടുതൽ പെയ്യുകയാണെങ്കിൽ വീണ്ടും ജലം ഒഴുകിയെത്തുന്ന സാഹചര്യം ഉണ്ടാകും പമ്പയിലേക്ക് എന്നതാണ് ആശങ്കയുണ്ടാക്കുന്ന കാര്യം. ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് മുന്നറിയിപ്പ്. പമ്പാ നദിയിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പാണുള്ളത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.